ഹായ് ഓൾ, എല്ലാവർക്കും ടാലന്റ് പ്ലസ് ട്യൂട്ടോറിയലിന്റെ NMMS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എക്സാമിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേഗം തന്നെ തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം എന്താണ്? ചോദ്യം, ദ്രവ്യം എന്നാൽ എന്ത്? മാറ്റർ. വാട്ട് ഈസ് ദ മാറ്റർ എന്നാണ് ചോദ്യം. എന്താണ് ദ്രവ്യം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും അറിയപ്പെടുന്ന പേരാണ് ദ്രവ്യം. എന്താണ് ദ്രവ്യം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയാം. ഭാരം എന്നാൽ മാസം ഉള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയാം. അപ്പോൾ മാസ് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടെ നമ്മൾ പഠിക്കണം. മാസും മാറ്ററും തമ്മിൽ മാറിപ്പോകരുത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. മാസ് എന്നാൽ പിണ്ഡം അല്ലെങ്കിൽ ഭാരം. എന്താണ് മാസ്? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ദ്രവ്യത്തിന്റെ അളവിനെയാണ് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മാറ്റർ അഥവാ ദ്രവ്യം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ മാറ്ററും മാസും സെറ്റായേ. അപ്പോൾ മാറ്ററും മാസും മാത്രം പഠിച്ചാൽ മതിയോ? വോള്യം എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിന്റെ വ്യാപ്തം എന്ന് അഥവാ വോള്യം എന്നറിയപ്പെടുന്നു. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിന്റെ വോള്യം അഥവാ വ്യാപ്തം എന്നറിയപ്പെടുന്നത്. മാസ് എന്താണ്, അതായത് പിണ്ഡം എന്താണെന്നും ദ്രവ്യം എന്താണെന്നും വ്യാപ്തം എന്താണെന്നും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ദ്രവ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്: ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ദ്രവ്യത്തിന് മാസ് ഉണ്ട്, ദ്രവ്യത്തിന് മാസ് ഉണ്ട് എന്നതും ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നുള്ളതും ദ്രവ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. ഇനി നമുക്ക് നോക്കാം പദാർത്ഥത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ അവസ്ഥകളിലാണ് പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായും സാധാരണയായി നമ്മൾ കാണുന്നത് നമ്മളെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ 3 അവസ്ഥകളിലാണ് ദ്രവ്യം കാണപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാറ്. പക്ഷെ കുറേയേറെ അവസ്ഥകൾ, പുതിയ പുതിയ അവസ്ഥകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 7 അവസ്ഥകളെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. 5ാമത്തെ അവസ്ഥ ബോൺ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്താണ് 7ാമത്തെ അവസ്ഥ. ഓക്കെ, ഏകദേശം ദ്രവ്യത്തിന്റെ 12 അവസ്ഥകൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 7 മക്കൾ തീർച്ചയായും പഠിക്കണം. ബാക്കി 5 അവസ്ഥകളുടെ പേര് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഏതൊക്കെയായിരുന്നു 7 അവസ്ഥകൾ? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോൺ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അപ്പോൾ ഈ പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യം കാണപ്പെടുന്നത് സാധാരണയായി കാണപ്പെടുന്നത് സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്താണ്. പ്ലാസ്മാവസ്ഥയിൽ സാധാരണയായി ദ്രവ്യം കാണപ്പെടുന്നത്. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് സബ്ലിമേഷൻ അഥവാ ഉൽപാദനം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ
ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് അറിയപ്പെടുന്നത്. അതിനുദാഹരണമാണ് കർപ്പൂരം, നാഫ്തലിൻ അഥവാ പാറ്റ ഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇതിനെയാണ് ഉൽപ്പതനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഉത്പതനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഭികാരകങ്ങൾ എന്നാൽ എന്ത്? റിയാക്ടൻസ് എന്നാൽ എന്ത് എന്നതാണ് ചോദ്യം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേരാണ് അഭികാരകങ്ങൾ. എന്താണ് അഭികാരകങ്ങൾ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേരാണ് റിയാക്ടൻസ് അഥവാ അഭികാരകങ്ങൾ. ഇങ്ങനെ രാസപ്രവർത്തനം മൂലം ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ, അതിൻ്റെ ഉൽപ്പന്നങ്ങളെ അറിയപ്പെടുന്നത്, വിളിക്കുന്ന പേര് തന്നെ ഉൽപ്പന്നങ്ങൾ എന്നാണ്, അതായത് പ്രൊഡക്ട്സ് എന്നാണ്. രാസപ്രവർത്തനം വഴി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങൾ എന്നും പുതിയതായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ, പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്താണ് ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ പാഠപുസ്തകത്തിൽ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ പഠിക്കുക. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഫോർ എക്സാമ്പിൾ, മെഴുക് ഉരുകുന്നത്, അവിടെ നടക്കുന്നത് ഭൗതിക മാറ്റം മാത്രമാണ്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്ന മാറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാസമാറ്റമാണ്, ഭൗതിക മാറ്റമല്ല. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നേയില്ല. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. അതായത് രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭൗതിക മാറ്റത്തിൽ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രം. ഓക്കെ അല്ലേ? രണ്ടും മനസ്സിലായല്ലോ. നെക്സ്റ്റ്, എന്താണ് താപരാസപ്രവർത്തനങ്ങൾ? താപം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ അറിയപ്പെടുന്ന പേരാണ് താപരാസപ്രവർത്തനങ്ങൾ. തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിനുത്തരം, താപം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ അറിയപ്പെടുന്ന പേരാണ് താപരാസപ്രവർത്തനങ്ങൾ. ഇതിൽ താപമോചക പ്രവർത്തനങ്ങളും താപ ആഗിരണ രാസപ്രവർത്തനങ്ങളും ഉണ്ട്. എന്താണ് താപമോചക രാസപ്രവർത്തനങ്ങൾ? താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ അറിയപ്പെടുന്നത് താപമോചക രാസപ്രവർത്തനങ്ങൾ എന്നാണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്നാൽ താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളാണ് താപമോചക രാസപ്രവർത്തനങ്ങൾ. ഉദാഹരണമായി ജ്വലനം. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. എന്നാൽ താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ അറിയപ്പെടുന്ന പേരാണ് താപ ആഗിരണ രാസപ്രവർത്തനങ്ങൾ. എൻഡോതെർമിക് റിയാക്ഷൻസ്. എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നാൽ എന്താണ്? താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപ ആഗിരണ രാസപ്രവർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണമായി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് പൊട്ടാസ്യം മാംഗനേറ്റ്, അതേപോലെ തന്നെ മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ എന്നിവയായിട്ട് വിഘടിക്കുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൽ താപം ആഗിരണം ചെയ്യുകയാണ്. ഇത് താപ ആഗിരണ രാസപ്രവർത്തന ഉദാഹരണമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ എന്നിവയായിട്ട് വിഘടിക്കുന്നു. നെക്സ്റ്റ്, പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. പ്രകാശ രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്.
ഡ്രൈ സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് രാസോർജം വൈദ്യുതോർജമായി മാറുന്നത്. ഡ്രൈ സെല്ലിൽ നടക്കുന്ന രാസോർജത്തിന്റെ ഫലമായി രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസിസ് എന്നാൽ എന്ത്? ഉത്തരം, വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനത്തിനെ അറിയപ്പെടുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനങ്ങളെ അറിയപ്പെടുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം. ഉദാഹരണമായി, അല്പം ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നു. വൈദ്യുത വിശ്ലേഷണം എന്താണ്? വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനത്തെ അറിയപ്പെടുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാൽ എന്ത്? വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണമുണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്നറിയപ്പെടുന്നത്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണമുണ്ടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം. അതിന് ഉദാഹരണമായി നമുക്ക് നോക്കാം, റോൾഡ് ഗോൾഡ് സാധനങ്ങൾ, റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ, അതേപോലെ തന്നെ ചില ഇരുമ്പ് പൈപ്പിലൊക്കെ വെള്ളി പൂശുന്നില്ലേ, അതെല്ലാം വൈദ്യുത ലേപനത്തിന് ഉദാഹരണമാണ്. ഒരു ലോഹത്തിൻ്റെ മുകളിൽ മറ്റൊരു ലോഹം നേരിയ തോതിൽ പൂശുന്നതിനെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മറ്റൊരു ലോഹത്തിൻ്റെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത രാസപ്രവർത്തനം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ അറിയപ്പെടുന്ന പേരാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെയാണ്. വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്നാൽ എന്താണ്? രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒരു ചോദ്യം നോക്കാം, ബാറ്ററി ചാർജ് ചെയ്യുന്നത് രാസമാറ്റമാണോ അതോ വൈദ്യുത രാസമാറ്റമാണോ? ഉത്തരം, വൈദ്യുത രാസമാറ്റമാണ്. ബാറ്ററി ചാർജ് ചെയ്യുന്നത് രാസമാറ്റമാണോ അതോ വൈദ്യുത രാസമാറ്റമാണോ എന്ന് ചോദിച്ചാൽ അത് വൈദ്യുത രാസമാറ്റമാണ്. റബ്ബർ വലിച്ച് പിടിക്കുന്നത്, അതായത് റബ്ബർ വലിക്കുന്നത് ഭൗതിക മാറ്റമാണോ അതോ രാസമാറ്റമാണോ? ഉത്തരം, ഭൗതിക മാറ്റമാണ്. രാസമാറ്റമായിട്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. റബ്ബർ വലിയുന്നത് അത് ഭൗതിക മാറ്റം മാത്രമാണ്. വൈദ്യുതി ഉപയോഗിച്ച് ലോഹം പ്ലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പഠിച്ചത് എന്താണ്? വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ്. വെള്ളം തിളയ്ക്കുന്നത് ഭൗതിക മാറ്റമാണ്, രാസമാറ്റമല്ല. വെള്ളം തിളയ്ക്കുന്നത് ഏത് മാറ്റമാണെന്ന് ചോദിച്ചാൽ അത് ഭൗതിക മാറ്റമാണ്. മരം കത്തിക്കൽ, ഇരുമ്പ് തുരുമ്പെടുക്കൽ, ഭക്ഷണം ദഹിക്കൽ ഇവയെല്ലാം രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഐസ് ഉരുകൽ അല്ലെങ്കിൽ വെള്ളം ഐസായി മാറൽ ഇതെല്ലാം ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം, പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ജാബിർ ഇബിൻ ഹയാൻ ആണ്. ജാബിർ ഇ ഹയാൻ എന്നോ അല്ലെങ്കിൽ ജാബിർ ഇബിൻ ഹയാൻ എന്നോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അത് ആരാണ്? പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവാണ്. എന്നാൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മൾ പഠിക്കുന്നത് അന്റോണിയോ ലാവോസിയർ ആണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. മറന്നു പോകരുത് മക്കളെ. പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവിനെ ചോദിച്ചാൽ ജാബിർ ഇബിൻ ഹയാൻ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവിനെ ചോദിച്ചാൽ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവാണ്. ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി അന്റോണിയോ ലാവോസിയർ. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്.
ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേയാണ്. ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേയാണ് ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റും നോട്ട്സും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ അത് സൗജന്യമാണ് എന്നുകൂടി ഓർമ്മിക്കുക. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. സീ യു സൂൺ.